കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. അഞ്ചൽ പഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികളോട് അവഗണനയാണെന്ന ആരോപണവുമായി രക്ഷിതാക്കൾ രംഗത്ത്. ഇവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും ലഭിക്കുന്നില്ല എന്നും ചോദിക്കുമ്പോൾ ICDS സൂപ്പർവൈസർ അപമര്യാദയായി പെരുമാറുന്നതായും പരാതി ഉയരുന്നുണ്ട്. ഭിന്നശേഷി കുട്ടികൾക്ക് പഞ്ചായത്തിൽ നിന്നുള്ള സ്കോളർഷിപ്പ് കൃത്യസമയത്ത് ലഭിക്കുന്നില്ല. ചോദിക്കുമ്പോൾ ഇപ്പോൾ വരും പിന്നെ വരുമെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പഞ്ചായത്ത് അധികൃതരോടും ICDS ഓഫീസിലും ഇതു സംബന്ധിച്ച് പലതവണ പരാതികൾ പറഞ്ഞുവെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. എല്ലാ കുഞ്ഞുങ്ങളും 28,500 കിട്ടുന്നുണ്ട്. ഇവിടെ ഈ 5 പഞ്ചായത്ത് മാത്രമേ 20,000 രൂപ ഒരു കുഞ്ഞിന് കൊടുക്കുന്നുള്ളൂ. 18 രൂപ അല്ലെങ്കിൽ 17 രൂപ അല്ലെങ്കിൽ മാക്സിമം കിട്ടുന്നത് എന്തുകൊണ്ടാണ് 20,000 രൂപ കിട്ടുന്നുണ്ട്. അഥവാ ഇവര് ഏതെങ്കിലും ഒരു അമ്മമാർ വന്ന് അവിടെ ഒന്ന് ബഹളങ്ങളോ കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് 28,500 രൂപ കിട്ടുന്നുണ്ട്. അതെന്തുകൊണ്ട് കിട്ടുന്നു? ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ അതേപോലെ ചെയ്യും. അപ്പൊ ഇവർ ഇതിനകത്ത് തന്നെ എന്തോ നല്ല രീതിയിലും പൈസകൾ മാറ്റുന്നു എന്നുള്ളത് ഉറപ്പാണ്. അതിൽ അധികം കണ്ട് അതിനുള്ള തീരുമാനങ്ങൾ തന്നെ നമുക്ക് മതിയാകും. അത് ഈ സഭയിൽ അവർ വ്യക്തമായിട്ടൊരു മറുപടി തന്നിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനൊരു സംസാരിക്കുന്ന കാര്യമില്ലായിരുന്നു. അവർ വ്യക്തമായിട്ടൊരു മറുപടി തരില്ല. നിങ്ങൾക്ക് കിട്ടും, എനിക്ക് കിട്ടും, അവിടെ കിട്ടിക്കോളും എന്തൊക്കെയാണ് അവർ പറയുന്നത്. ഏറ്റവും അവസാനം അവര് വേറെ ഒന്നും സംസാരിക്കാൻ പറ്റാതെ ഈ സഭ പിരിച്ചുവിടുകയാണ് ചെയ്തത്. പിന്നെ ആരും ഒരു മനുഷ്യനില്ല. ഏരൂർ അടക്കം തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ ഒരു കുട്ടിക്ക് 28,500 രൂപ വരെ പ്രതിവർഷം ലഭിക്കുമ്പോൾ അഞ്ചൽ പഞ്ചായത്തിൽ മാത്രം ഇത് 16,000 മുതൽ 20,000 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. ചോദിക്കുമ്പോൾ കുട്ടികളെ വിവിധ കാറ്റഗറിയായി തിരിച്ചാണ് തുക അനുവദിക്കുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ ഓഫീസിലെത്തി ബഹളം വയ്ക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ഉയർന്ന തുക ലഭിക്കാറുണ്ടോ എന്നും പരാതിക്കാർ പറയുന്നു. നടക്കാൻ നിങ്ങൾക്ക് നാണമില്ല. എൻ്റെ വീട്ടിലും ഇതേപോലെ ഒരു കുട്ടിയുണ്ട്. ഞാനിങ്ങനെ പൈസ പറഞ്ഞ് നടക്കുന്നില്ല. നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ട് നടക്കാൻ നാണമില്ലെന്ന് കൊടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ വിവരാവകാശത്തിന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ചോദ്യം അതിനുള്ള മറുപടി നിങ്ങൾക്ക് മാത്രമായിട്ട് തരാം. ഞാനതുപോലെ പിന്നെ മൊത്തം കുട്ടികളുടെ ലിസ്റ്റ് വേണം. അവർക്കൊക്കെ എന്ത് കിട്ടിയെന്നറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ പോലും. നിങ്ങൾ 4 പേരുടെ കാര്യം നോക്കിയാൽ പോലും. ബാക്കിയുള്ള കുട്ടികൾക്ക് കിട്ടുന്ന കാര്യം നിങ്ങൾ എന്തിനാണ്? അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതിന് കൊടുത്തിട്ട് ഇതുവരെയും അതിനുള്ള ഒരു മറുപടിയും തന്നിട്ടില്ല. പഞ്ചായത്തുകാരും അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് വിളിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വിളിപ്പിച്ചിട്ടില്ല. ഇതു സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ ഇക്കാര്യം സംസാരിക്കാൻ പോലും അധികൃതർ അനുവദിച്ചില്ല. ഇത് യോഗത്തിൽ പ്രതിഷേധത്തിനിടയാക്കി. ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പിന്റെ മറവിൽ വൻ തട്ടിപ്പാണ് നടക്കുന്നതെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു. ICDS സൂപ്പർവൈസറോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ നിങ്ങളുടെ മക്കൾ മരിച്ചുപോയാൽ ഈ തുക കിട്ടുമോ എന്ന് ചോദിച്ച് അധിക്ഷേപിച്ചതായും ഒരു വിഭാഗം രക്ഷിതാക്കൾ പറയുന്നു. നമ്പിക മാഡത്തിനടുത്ത് ഞാൻ ഇങ്ങനെ പൈസയുടെ ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ അവരെന്നോട് ചോദിച്ചു, നിങ്ങൾ മാർച്ച് 31 അത്ര ഇടും, നിങ്ങളുടെ കുട്ടി അതിന് മുന്നിട്ട് മരിച്ചുപോയാൽ നിങ്ങൾ എന്തോ ചെയ്യും, പൈസ തിരിച്ചടയ്ക്കുമെന്ന് എന്നോട് ചോദിച്ചത്. ഞങ്ങളുടെ പൈസയ്ക്ക് വേണ്ടി ഞങ്ങൾ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. ഫോൺ എടുത്തപ്പോൾ ഞങ്ങൾ ഇട്ട് തരും. ഞാൻ ഡ്രസ്സിൽ പോയേക്കോ ഞാൻ ഇട്ട് തരും. ഞാൻ പറഞ്ഞു എനിക്ക് തന്നേ പറ്റുമെന്ന് ഇവരല്ല എൻ്റെ കുടുംബത്തിൽ എടുത്തല്ലേ എന്നെ തരുന്നത് അവരെന്നോട് ചോദിച്ചു. ഞങ്ങളെന്നിട്ട് പറഞ്ഞു മാഡത്തിന്റെ കുടുംബത്തിൽ നിന്നുള്ള പൈസ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യം എന്തെങ്കിലും തരാൻ പറയുമ്പോൾ എപ്പോൾ എനിക്ക് കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾക്ക് തരാൻ പറ്റും. ഇന്ന് രാത്രി ഒരു 1,000 രൂപ ഇടുവാണെങ്കിൽ വൈകിട്ട് 1,000 രൂപ അങ്ങനെയാണ് സ്ഥിരം തന്നത്. ഞങ്ങൾ ഐശ്വര്യ വഴക്കുണ്ടാക്കിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് 28,500 ഈ വർഷം ആദ്യമായിട്ടാണ് 28,500 മാറ്റില്ല. എന്നാൽ ആരോപണങ്ങളെല്ലാം പഞ്ചായത്ത് അധികൃതർ തള്ളുകയാണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഓരോ സ്ഥാപനങ്ങളുടെയും വിഹിതം ലഭിക്കുന്ന മുറയ്ക്ക് തുക വീതിച്ച് നൽകുകയാണ് ചെയ്യുന്നതെന്നാണ് അധികൃതരുടെ വാദം. അതേസമയം വിഷയത്തിൽ മാസങ്ങളായി രക്ഷിതാക്കൾ പരാതി അറിയിച്ചിട്ടും പഞ്ചായത്ത് ഭരണസമിതി യാതൊന്നും ചെയ്യാതിരുന്നതിനെതിരെയും പ്രതിഷേധമുയരുന്നുണ്ട്. വാർത്ത അഞ്ചൽ.